എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം, ഗൂഗിളിൻ്റെ ഉപയോഗം, ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത്, ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുന്നത്, യൂട്യൂബിൽ വീഡിയോ കാണുന്നത്, ഇതെല്ലാം നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഒരു ശീലമായി കഴിഞ്ഞു. ഈ ശീലം നമ്മുടെ മാനസിക ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് ഒരുപാട് വീഡിയോകൾ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇതിനെ കാണുന്നത്. നമ്മൾ കാലത്തിനനുസരിച്ച് യാത്ര ചെയ്യാൻ, കാലത്തിനൊത്ത് കോലം കെട്ടാൻ നമ്മളെല്ലാവരും സന്നദ്ധരാണ്. നമ്മളെല്ലാവരും അത് ചെയ്യും. ഉദാഹരണത്തിന്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗൂഗിൾ അവൈലബിൾ ആണ്, യൂട്യൂബ് അവൈലബിൾ ആണ്, എല്ലാവരുടെ കയ്യിലും ഇതുപോലെ മൊബൈൽ ഫോൺസ് അവൈലബിൾ ആണ്, സ്മാർട്ട് ഫോൺസ് അവൈലബിൾ ആണ്. ഇതവർ ഉപയോഗിക്കുന്നു. എന്തെങ്കിലും ചെറിയ ശാരീരിക പ്രശ്നങ്ങൾ വന്നാൽ, എന്തെങ്കിലും ചെറിയ മാനസിക പ്രശ്നങ്ങൾ വന്നാൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ അവർ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നു, യൂട്യൂബിൽ വീഡിയോകൾ കാണുന്നു. സാധാരണഗതിയിൽ നമ്മുടെ ഡെമോഗ്രാഫി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ജനസംഖ്യ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും ആളുകളും പല കാര്യങ്ങളിലും, പല രീതികളിലും, പല സാഹചര്യങ്ങളിലും ഇതേ കാര്യം ചെയ്യുന്നതായി കാണാം. അങ്ങനെ വരുമ്പോൾ അബ്നോർമാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? അതായത് ഒരു സമൂഹത്തിൽ 100 പേരുണ്ടെങ്കിൽ ആ 100 പേരിൽ 90 പേരും ഒരേ ആക്ടിവിറ്റി ചെയ്യുന്നവരും ബാക്കി 10 പേർ മാത്രം വ്യത്യസ്ത ആക്ടിവിറ്റി ചെയ്യുന്നവരുമാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സമൂഹത്തിലെ 1-2 ആളുകൾ മാത്രം വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, ആ സമൂഹം പൊതുവെ പറയുന്നത് ആ 2 പേർ അബ്നോർമലാണ് എന്നാണ്. അവർ ഈ സമൂഹത്തിൻ്റെ കൂടെ നടക്കാത്തവരാണ് എന്നാണ്. അതിനർത്ഥം അവർക്ക് മാനസിക രോഗമുണ്ട് എന്നല്ല, അവരുടേതായ രീതിയിൽ അവർ ശരിയാണ്. അതേപോലെ നമ്മുടെ കാര്യം, നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും ഗൂഗിൾ നോക്കുന്നവരാണ്, മിക്കവാറും എല്ലാവരും ഗൂഗിൾ നോക്കുന്നവരാണ്, സെർച്ച് ചെയ്യുന്നവരാണ്, യൂട്യൂബിൽ വീഡിയോസ് നോക്കുന്നവരാണ്. അതുകൊണ്ട് അവരുടെ പെരുമാറ്റത്തിലെല്ലാം എന്തെങ്കിലും വൈകല്യമുണ്ട് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയുകയില്ല. അവർ ദാഹികളാണ്, അതായത് അവർക്ക് ഇൻഫർമേഷൻ വേണം എന്നാഗ്രഹിക്കുന്നവരാണ്, ഒരുപാട് കാര്യങ്ങൾ അറിയണം എന്നാഗ്രഹിക്കുന്നവരാണ്. നമ്മൾ ശാരീരികമായി അല്ലെങ്കിൽ മാനസികമായി എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നത് എല്ലാവർക്കും സ്വാഭാവികമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്ത് ടെൻഷൻ അടിക്കുന്നത്, ആങ്ഷ്യസ് ആവുന്നത്, വറീഡ് ആവുന്നത് എല്ലാവരുടെയും രീതിയാണ്. അതും നോർമലാണ് എന്നർത്ഥം. അതായത് നമുക്കൊരു ശാരീരിക പ്രശ്നം വന്നാൽ, നമുക്കൊരു മാനസിക പ്രശ്നം വന്നാൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ശ്രമിക്കുന്നു. കാരണം എന്താ? നമ്മൾ വറീഡാണ്, നമ്മൾ വിഷമിച്ചിരിക്കുന്നു, നമ്മൾ ആങ്ഷ്യസ് ആണ്. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ആഗ്രഹിക്കുന്നു, ടെൻസ്ഡ് ആവുന്നു. അപ്പോൾ നമ്മളുടെ ശാരീരിക പ്രശ്നത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ടെൻഷൻ നോർമലാണ്. ഈ ടെൻഷൻ നോർമൽ ആവുമ്പോൾ നമ്മൾ സ്വാഭാവികമായും കുറേ ദിവസത്തേക്ക് അല്ലെങ്കിൽ കുറേ സമയത്തേക്ക് കണ്ടിന്യൂസ് ആയി ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നു, നമുക്ക് നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാവുന്നു. അപ്പോൾ ഈ ടെൻഷൻ നോർമലാണ്, അതുമായി ബന്ധപ്പെട്ട് നെഗറ്റീവ് ചിന്തകളും അപ്പോൾ നോർമലായി വരും. കാരണം എല്ലാവർക്കും അതുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും ഈ നെഗറ്റീവ് ചിന്തകളും ഉണ്ട്, ടെൻഷനുമുണ്ട്. ഈ നെഗറ്റീവ് ചിന്തകളും ടെൻഷനും സ്വാഭാവികമായിട്ടും അവരെ ഈ പ്രശ്നങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ആഗ്രഹമുള്ളവരാക്കി മാറ്റുന്നു. അതും നോർമലാണ്. ഇനി അത് കഴിഞ്ഞ് അങ്ങനെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അവർ എന്താണ് ചെയ്യുക? ഒന്നുകിൽ അറിവുള്ളവരോട് ചോദിക്കും, അതല്ലെങ്കിൽ അറിവ് ലഭിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ചെല്ലും. ഡോക്ടർമാരുടെ അടുത്തേക്ക് പോകും, അവരോട് കൺഫേം ചെയ്യും, അവർ അതിൻ്റെതായിട്ടുള്ള ഉപദേശങ്ങൾ കൊടുക്കും. ചിലർ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നു, അതും ചെയ്യും. ഡോക്ടർമാരുടെ അടുത്തേക്കും പോകും, ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയും ചെയ്യും. ആവശ്യം ഇത്രയേ ഉള്ളൂ, അവർക്ക് ഈ വിഷയത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് ലഭിക്കണം. അതും നോർമലാണ്, അതിൽ അബ്നോർമലായി ഒന്നുമില്ല. എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്, നമ്മളും ചെയ്യുന്നു. ഇനി ഒരു ഇൻഫർമേഷൻ കിട്ടിയതിന് ശേഷം ആ ഇൻഫർമേഷനെ കുറിച്ച് നെഗറ്റീവാണോ പോസിറ്റീവാണോ നമുക്ക് ലഭിച്ചത് എന്നും, കിട്ടിയ ഇൻഫർമേഷനെ പോസിറ്റീവായി എടുക്കണോ അതല്ല നെഗറ്റീവായി എടുക്കണോ എന്നും തീരുമാനിക്കേണ്ടത് ഇൻഡിവിജ്വലാണ്, അതാത് വ്യക്തിയാണ്. അവിടെ മുതലാണ് നോർമൽസിക്കും അബ്നോർമൽസിക്കും തമ്മിലുള്ള വ്യത്യാസം തുടങ്ങുന്നത്. ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നോർമലാണ്. അതായത് നമുക്കൊരു പ്രശ്നം വരുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ടെൻഷൻ വരും, അതുമായി ബന്ധപ്പെട്ട് നെഗറ്റീവ് ചിന്തകൾ വരും, ചോദ്യങ്ങൾ വരും. ആ നെഗറ്റീവ് ചിന്തകളെയും ചോദ്യങ്ങളെയും ക്ലാരിഫൈ ചെയ്യാൻ നമ്മൾ ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നു, യൂട്യൂബിൽ വീഡിയോസ് കാണുന്നു. അതിനുശേഷം
ഈ കിട്ടുന്ന ഇൻഫർമേഷനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് മുതലാണ് നമ്മുടെ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഇല്ലാതാവുന്നതും. ഡോക്ടറുടെ അടുത്തേക്ക് പോയി നമുക്ക് കുഴപ്പങ്ങളൊന്നുമില്ല, അതല്ലെങ്കിൽ കുഴപ്പമുണ്ട്, അത് ഞാൻ മാറ്റിക്കോളാം, ഈ മരുന്ന് കഴിച്ചാൽ ശരിയാകും, അതല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ ശരിയാകും എന്ന് ഡോക്ടർ പറഞ്ഞാൽ അതോടെ ഈ പ്രശ്നം അല്ലെങ്കിൽ ഈ പ്രശ്നത്തെക്കുറിച്ചിട്ടുള്ള എൻ്റെ ടെൻഷൻ എൻ്റെ തലയിൽ നിന്നും ഞാൻ മാറ്റിയാൽ അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സമാധാനമാണ്. അപ്പോൾ ഡോക്ടറെ വിശ്വസിക്കുക എന്നൊരു ഭാഗം അവിടെ നിൽക്കുന്നു. ഡോക്ടറെ വിശ്വസിച്ചില്ലെങ്കിലോ സ്വാഭാവികമായിട്ടും നമുക്ക് പിന്നെയും ഇതേ ടെൻഷനെ ക്യാരി ചെയ്ത് കൊണ്ടുവരേണ്ടതായി വരാം. 2 or 3 ഡോക്ടർമാരെ കാണാം, ഒരു സെക്കൻഡ് ഒപ്പീനിയൻ തേടിയെന്ന് വരാം, തേർഡ് ഒപ്പീനിയൻ തേടിയെന്ന് വരാം. ഈ ഡോക്ടർമാരെല്ലാം ഒരേ രീതിയിലാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഭാരം നമുക്ക് തലയിൽ നിന്നും താഴെ ഇറക്കി വെക്കുന്നത് തന്നെയാണ് ഉത്തമം. അതിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോഴാണ് നമ്മൾ അബ്നോർമൽ ആവുന്നത്. നെഗറ്റീവ് ചിന്തകൾ കൂടുന്നു, ടെൻഷൻ കൂടുന്നു, സ്ട്രെസ് കൂടുന്നു, ആൻസൈറ്റി കൂടുന്നു. നമ്മൾ മനസ്സിനകത്ത് ഈ ഒരു വിഷയത്തെ വല്ലാതെ പെരുപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സമാധാനം കിട്ടില്ല. ഇവിടെ മുതൽ നമ്മൾ അബ്നോർമൽ ആണ് എന്ന് പറയും. എഗെയിൻ, മാനസിക രോഗിയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ മുതൽ നമ്മൾ അബ്നോർമൽ ആണ്. ഓക്കെ, ഈ അബ്നോർമാലിറ്റി എത്ര ദിവസം നീണ്ടു നിൽക്കും? ചിലപ്പോൾ 1 മാസം ഉണ്ടാവാം, ചിലപ്പോൾ 2 മാസം ഉണ്ടാവാം. കണ്ടിന്യൂസ് ആയി കുറേ ദിവസം വരുമ്പോഴാണ് ഈ പറയുന്ന ആൻസൈറ്റി ഡിസോർഡറായി മാറുന്നത്. ജനറൽ ആൻസൈറ്റി ഡിസോർഡർ അല്ലെങ്കിൽ അഗോരോഫോബിയ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയി മാറുന്നത് കുറേ ദിവസം കണ്ടിന്യൂസ് ആയി ഈ പ്രശ്നം നമ്മൾ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുമ്പോഴാണ്. അപ്പോൾ അത് ചുമന്നുകൊണ്ട് നടക്കരുത് അല്ലെങ്കിൽ നടക്കണം എന്ന് തീരുമാനിക്കുന്നതും നമ്മൾ തന്നെയാണ്. നമ്മുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം ലഭിക്കണം, അതിനെ കൃത്യമായി മനസ്സിലാക്കണം, അത് ഞാൻ മനസ്സിലാക്കി എന്ന് തീരുമാനിക്കണം, ഇനി അങ്ങോട്ട് അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല എന്ന് തീരുമാനിക്കണം. അതിനായി നമുക്ക് ഏത് വഴിയും സ്വീകരിക്കാം. നമുക്ക് ഡോക്ടർമാരുടെ അടുത്തേക്ക് പോകാം, അത് കൺഫർമേഷനാണ്. ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൺഫർമേഷൻ കിട്ടില്ല. അറിവുകൾ ധാരാളം ലഭിക്കുമായിരിക്കാം, പക്ഷേ കൺഫർമേഷൻ കിട്ടണമെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്തോ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ സംസാരിച്ചാൽ മാത്രമേ നമുക്ക് കൺഫർമേഷൻ കിട്ടുകയുള്ളൂ. പക്ഷെ ആ കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിർത്തണം, ഇനി അങ്ങോട്ട് ഞാൻ പോകുന്നില്ല, ഇനി എനിക്ക് സംശയങ്ങളില്ല, എൻ്റെ സംശയങ്ങൾ ഈ ഡോക്ടർ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു, ഇനി ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ മാറണം. ഒരല്പം ബുദ്ധിമുട്ടാണ്, പക്ഷെ നമ്മൾ ചെയ്യും. ഇത് തീർച്ചയായും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ടെൻഷൻ, മുമ്പ് ഞാൻ പറഞ്ഞ സ്വാഭാവികമായി വരുന്ന പേടിയും ടെൻഷനും ആങ്സൈറ്റിയും നെഗറ്റീവ് ചിന്തകളും കൂടുതൽ കാര്യങ്ങൾ അറിയുവാനുള്ള ആഗ്രഹം എല്ലാം അതോടെ അവസാനിക്കും. നിങ്ങൾ കൺഫേംഡ് ആണ്, ക്ലിയർ ആണ്, നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല, ഉണ്ടെങ്കിൽ തന്നെ അത് ഡോക്ടർ ചികിത്സിച്ച് മാറ്റിക്കോളും എന്നുള്ളൊരു ഉറപ്പിലേക്ക് നിങ്ങൾ വരികയാണ്. ആ ഉറപ്പാണ് നമുക്ക് മാനസിക രോഗം എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകാത്തത്. വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ ഞാൻ ചെറിയ വീഡിയോ ആയിട്ട് ഇത് ചെയ്യുന്നുള്ളൂ. ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, ക്ലിയർ ആയിട്ട് ജീവിതത്തിൽ കൊണ്ടുവരിക. എത്ര ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിലും എത്ര മാനസിക പ്രശ്നമുള്ളവർക്കാണെങ്കിലും ഒരു അത്താണി വേണം. ആ അത്താണി കിട്ടിയാൽ അത് ഡോക്ടറായിരിക്കാം. നമ്മുടെ ഭാരം ഇറക്കി വെക്കാൻ ഒരു അത്താണി, ഒരു ഡോക്ടറെ പിക്കപ്പ് ചെയ്യുക. ആ ഡോക്ടർക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങളെക്കുറിച്ച് പറയുക. ആ ഡോക്ടർ നിങ്ങളെ ഉപദേശിക്കുന്ന പോലെ അദ്ദേഹം പറയുന്നത് പോലെ ചെയ്യും എന്നുള്ള ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള തീരുമാനം എടുക്കുക. അതിൽ നിന്നും വ്യതിചലിക്കില്ല എന്ന് ഉറപ്പിക്കുക. നിങ്ങളുടെ പ്രശ്നം വളരെ പെട്ടെന്ന് മാറും, ഒരു സംശയമില്ല. എഗെയിൻ ഞാൻ പറയുന്നു, ആങ്സൈറ്റി ഡിസോർഡർ, പാനിക് ഡിസോർഡർ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതൊന്നും ഞാൻ ഒരു മാനസിക രോഗമായി കാണുന്നില്ല. ഇതെല്ലാം മാനസികാവസ്ഥയാണ്. ഈ മാനസികാവസ്ഥ സാധാരണഗതിയിൽ പ്രകൃതി തന്നെ മാറ്റിയെടുക്കും. നിങ്ങൾക്ക് തന്നെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഞങ്ങൾ സഹായിക്കുകയും ചെയ്യാം. ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ മരുന്നുകളുടെ ആവശ്യം വരാം എന്നുള്ളതല്ലാതെ ഇതിനൊരു ബുദ്ധിമുട്ടുമില്ല. ഒരു കാരണവശാലും ഇത്തരം പ്രശ്നങ്ങൾ മറ്റ് മാനസിക രോഗങ്ങളിലേക്ക് പോവുകയുമില്ല. ഉറപ്പാണ്.